ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തീ പോലും കത്തിക്കാതെ വെറും 3 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റാണ് ഈ പുഡിങ് കഴിക്കാനായിട്ട്. നല്ല സിമ്പിളുമാണ്, ഏത് കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലിൻ്റെ അളവ് നമുക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ചിട്ട് അളവൊന്നുമില്ല. നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ എടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാലും മതിയാവും. ഇനി നമ്മൾ ഇതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ വീട്ടിലുണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാലിന് ഏകദേശം 4.5 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നല്ല മധുരം വന്നത്. നമ്മളെ മധുരം ഒന്നിങ്ങനെ മുന്നിട്ടിട്ട് നിൽക്കണം, ആ ഒരു പാകത്തിന് മധുരം വേണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഏത് ഫ്ലേവറിലാണോ പുഡിങ് വേണ്ടത് ആ ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പിസ്തയുടെ ഫ്ലേവറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറിയോ ബദാമോ എന്തിൻ്റെ ഫ്ലേവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്താണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ പുഡിങ്ങിന്. പിസ്തയുടെ എസെൻസ് ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് എസെൻസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും അതും കുറച്ച് നല്ല കട്ടിയിൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എങ്കിലേ നമ്മൾ പുഡിങ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ അതിലോട്ട് വരുള്ളൂ. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഏത് ട്രേയിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ആ ട്രേ എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ബ്രെഡിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മിക്സ് ഉണ്ടല്ലോ അതിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. നന്നായിട്ട് തന്നെ മുക്കണം കേട്ടോ. ആ ബ്രെഡിലോട്ട് നന്നായിട്ട് കുതിർന്നിട്ട് ആ മിക്സ് വരണം, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ ട്രേയുടെ ഷേപ്പിനനുസരിച്ച് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് സെറ്റായിട്ടൊന്ന് വെക്കാം. നമ്മൾ ബ്രെഡ് നന്നായിട്ട് തന്നെ മുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് അല്പം കൂടി മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. 2 ലെയറായിട്ട് കട്ട് ചെയ്യുമ്പോഴേ അത്യാവശ്യം വലിപ്പത്തിലും ടേസ്റ്റിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ലെയറും കൂടി ഒന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഈ സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വെക്കാം കേട്ടോ ബ്രെഡ് എടുത്തിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഒന്ന് മിക്സും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ നമുക്കതിന് പകരമായിട്ട് വേണമെങ്കിൽ ഐസ്ക്രീമും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീമാണ് കുറച്ചും കൂടി നല്ലത്. ഐസ്ക്രീം കുറച്ച് നേരം പുറത്ത് വെച്ചാൽ പെട്ടെന്ന് അലിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഈ സൈഡിലൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. വിപ്പിംഗ് ക്രീം ഞാനിവിടെ നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ചെറീസും എടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമ്മൾ ഈ പിസ്ത വെച്ചിട്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വെക്കാണ്. നന്നായിട്ട് തണുത്താൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ പുഡിങ് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്പൂണ് വെച്ചിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല ഷേപ്പിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കത്തി എടുത്തിട്ട് കട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് സ്പൂണ് വെച്ചിട്ട് തന്നെ കോരി എടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ പുഡിങ്ങാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക്